നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അപൂർവങ്ങളായ ചില പുരാണ കഥകളൊന്നും മനസ്സിലാക്കുകയാണ് കേട്ടോ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ കഥ. പുരാണത്തിലൊരു മഹർഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മാണ്ഡവ്യൻ എന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് അണിമാണ്ഡവ്യൻ എന്ന് ആയി മാറി. ആ കഥയാണ് ഞാൻ ഇന്ന് ഈ ചാനലിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ മാണ്ഡവ്യൻ മഹർഷി അണിമാണ്ഡവ്യ മഹർഷിയായ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പം മാണ്ഡവ മഹർഷി എവിടെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കാട്ടിൽ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് സുഖമായൊരു കാര്യകാലങ്ങളാണ്. വളരെ കാലം അദ്ദേഹം തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഇനി നാമജപവും ഇല്ല, വൃന്ദുകളൊന്നുമില്ല, ഞാൻ ഏറ്റവും ഒരു മഹത്തരമായ വളരെ സഹനശക്തി വേണ്ട ഒരു വ്രതമാണ് മൗനവ്രതം. മിണ്ടാതിരിക്കണം. നമ്മൾ വിചാരിക്കുമോ മിണ്ടാതിരുന്നാൽ തന്നെ നല്ല സുഖമല്ലേ, ആരോടും ഒന്നും മിണ്ടണ്ടല്ലോ, മിണ്ടാണ്ടിരിക്കണം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമുക്ക് ഒരുപാട് നേരം മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത്ര ആ കഠിനമായ മൗനവ്രതം ആചരിക്കാൻ ഈ മാണ്ഡവ്യ മഹർഷി തീരുമാനിച്ചു. അദ്ദേഹം മൗനവ്രതത്തിലായി. ആര് വന്ന് എന്ത് ചോദിച്ചാലും, എന്തായാലും, ഭാര്യയായാലും, മക്കളായാലും, നാട്ടുകാരായാലും, അയൽപ്പക്കക്കാരായാലും, എന്ത് അപകടം പറ്റി കുടുംബത്തിൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചാലും, അദ്ദേഹത്തിനോട് കഴിക്കണോ വല്ലതും എന്ന് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാലും മിണ്ടില്ല. മൗനം, സദാ മൗനം. അതാണ് മൗനവ്രതം. അങ്ങനെ അദ്ദേഹം മൗനവ്രതത്തിലിരിക്കെ ഒരു സംഭവം ഉണ്ടായി. ഒരു കൊള്ളക്കാർ രാജധാനി കൊള്ളയടിച്ചിട്ട് അവിടുന്ന് സമ്പത്തൊക്കെ മോഷ്ടിച്ച് എടുത്ത് കയ്യെ പിടിച്ചിട്ട് ഓടിപ്പോണത് മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൂടിയാണ്. അപ്പോൾ അവർക്ക് തോന്നി, ഇതും കൊണ്ട് ഓടിയ രാജഭടന്മാർ നമ്മുടെ പുറകെ ഓടി എത്തിപ്പിടിച്ച് നമ്മളെ പിടിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കൊള്ളയടിച്ച മുതൽ ഈ മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കാം, നമുക്ക് എന്നിട്ട് ഓടിയാൽ പോവാം, ഭാരം ചോദ്യം വേണ്ടല്ലോ എന്ന് കരുതി ഇവർ വേഗം ഈ മഹർഷി നോക്കുമ്പോൾ എന്താ മഹർഷി കാണുന്നുണ്ട്, കണ്ണടച്ചിരിക്കുക, ഇതൊക്കെ അറിയേണ്ടതെന്ന് വെച്ചാലും മഹർഷിയോട് ഒന്നും മിണ്ടാതെ കൊണ്ട് അവർ വേഗം അകത്തേക്ക് അങ്ങോട്ട് കയറി. എന്തിനകത്ത് പോകണേ, ഇതൊന്നും മൗനവ്രതത്തിലായ മഹർഷി ഒന്നും ഒട്ട് ചോദിച്ചുമില്ല. അവർ കൊള്ളം മുതലൊക്കെ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചിട്ട് ഓടിപ്പോയി പുറകുവശത്തുകൂടെ. അവർ ഓടിപ്പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാജഭടന്മാർ വന്നു വെച്ചാൽ ഈ മഹർഷിയോട് ഇരിക്കണുണ്ട്. അപ്പോൾ അവിടെ മാണ്ഡവ്യ മഹർഷിയാണല്ലോ ഇത് എന്ന് പറഞ്ഞു രാജഭടൻ. അപ്പോൾ ഉടൻ തന്നെ ആ സേനാംഗം ചോദിച്ചു, മഹർഷി അങ്ങ് ഇതിലെ 3-4 പേര് ഓടിപ്പോണമുണ്ടോ? അവർ രാജധാനി കൊള്ളയടിച്ച് വരുന്ന വഴിയാണ്, ഇതിലെങ്ങാനും വന്നോ? ഒന്നും വേണ്ടിയില്ല, മഹർഷിയൊന്നും വേണ്ടിയില്ല. അദ്ദേഹം മിണ്ടാതിരുന്നതിൻ്റെ കാര്യം അദ്ദേഹം മൗനവ്രതത്തില. അപ്പോൾ വേറൊരു പടം ചോദിച്ചു, അങ്ങ് കണ്ടില്ലെന്നുണ്ടോ? എന്താ ഒന്നും പറയാത്ത? അവർ കൊള്ളക്കാരായിരുന്നു, അങ്ങ് അവരെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും വേണ്ടിയില്ല. 3-ാമത്തെ പടം ചോദിച്ചു, മഹർഷിക്ക് എന്താ ചെവിയാക്കില്ലേ? ചോദിച്ചത് കേട്ടൂടെ? ചെന്നിട്ട് വേഗം അങ്ങോട്ട് കുലുക്കി പിടിച്ചിട്ട് ചോദിച്ചു, ഇതേ കൊള്ളക്കാരെ ഓടിപ്പോണുണ്ടോ എന്ന് ചോദിച്ചു. മഹർഷി തുറപ്പിച്ചങ്ങോട്ട് നോക്കിയുള്ളൂ. ഇവരെ ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അകത്ത് കയറി പരിശോധിക്കാം, കള്ളന്മാരെ ഇവിടെ ഒളിച്ചിരിക്കണ്ടോ നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും കൂടെ കൊള്ളക്കാരൊക്കെ കൂടെ ആശ്രമത്തിനകത്തേക്കാൻ കരുതി. ആശ്രമത്തിനകത്ത് ചെന്ന് മുക്കുമൂലയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോണ്ട കൊള്ള മുതൽ രാജധാനിയിൽ നിന്ന് കൊണ്ടുവന്ന പണം, സ്വർണ്ണാഭരണങ്ങൾ, രത്നാഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വിലപിടിപ്പുള്ള പല വസ്തുക്കളും ആശ്രമത്തിനകത്തിരിക്കുക. അവരതൊക്കെ കൊണ്ടുപോയി. അമ്പട മോനെ. അപ്പം കട്ട മുതൽ കൊള്ള മുതൽ ഒളിപ്പിച്ച് വെച്ചിട്ട് മിണ്ടാതിരിക്കല്ലേ, നിന്നെ ഞങ്ങൾ ഇന്ന് രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കാം എന്ന് പറയല. അദ്ദേഹത്തിനോട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അപ്പോഴും വേണ്ടിയില്ല. എല്ലാവരും കൂടി ഈ കൊള്ള മുതലും മഹർഷിയും ഒക്കെ കൂടി കൊണ്ടുപോയി രാജകൊട്ടാരത്തിൽ ചെന്നു രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് പറഞ്ഞു, ഇയാൾ ഭവനത്തിൽ മഹർഷിയായിട്ടിരിക്കുക, ചോത്ത കള്ളനാ. ആശ്രമത്തിനകത്താണ് കൊള്ള മുതൽ മുഴുവൻ ഒളിപ്പിച്ചു വച്ചേർന്നത്. ആ കൊള്ളക്കാരെ എവിടേക്കാണ് ഓടിപ്പോയി എന്ന് ഇദ്ദേഹത്തിനറിയാം. ഇയാളോട് ചോദിച്ചിട്ടും മിണ്ടണില്ല. ഞങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചു, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ
എന്നും പറഞ്ഞ് കൊള്ള മുതലൊക്കെ രാജാവിനെ ഏൽപ്പിച്ചു. ഈ കൊള്ളക്കാരൻ കിട്ടിയില്ല. പക്ഷേ ഈ അവരെ കൊള്ള മുതൽ ഒളിപ്പിച്ചിരുന്ന ഈ മഹർഷിയെ, മാണ്ഡവ്യ മഹർഷിയെ പിടിച്ച് രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ രാജാവിനും തോന്നി ഇയാളാവും രാജകൊട്ടാരം കൊള്ളയടിക്കാൻ കള്ളന്മാരെ പറഞ്ഞാൽ. അവർ കൊള്ളയടിച്ച് തിരിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി കൊള്ള മുതൽ ഒളിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാൾ കുറ്റക്കാരൻ തന്നെ, ഇയാൾ ശിക്ഷിക്കാണ്ട് പറ്റില്ല. ഒരു കണക്കിന് ആലോചിച്ചിട്ട് ഇയാൾക്കൊരു ശിക്ഷ വിധിച്ചു. എന്തായിരുന്നു എന്നാ ശിക്ഷ? അദ്ദേഹത്തിന് ആശ്രമത്തിൻ്റെ മുൻപിൽ തന്നെ വലിയൊരു ശൂലം, ആ ശൂലം ആദ്യം ഇയാളെ ഇവിടെ അങ്ങോട്ട് കിടക്കുക, എന്നിട്ട് ആ ശൂലം കൊണ്ട് പലരും കൂടി പോക്കിയിട്ട് പോക്കി ഇയാളുടെ വയറിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ട് ഒറ്റ കുത്തു. അപ്പം എന്താ, ശൂലം, ശരീരം തുളഞ്ഞ ശൂലം അങ്ങനെ മേക്കട്ടൊക്കെ, എന്നിട്ട് പൊക്കി ഉയർത്തി ഈ ശൂലം വലിയ കുഴിയിൽ അവിടെ കുഴിച്ചില്ല. അപ്പം എന്താ, കുഴിച്ചിട്ട് തൂണ് പോലെ നാട്ടി നിർത്തിയിരിക്കുന്ന ശൂലത്തിൻ്റെ മുകളിൽ മാണ്ഡവ്യ മഹർഷി ഇങ്ങനെ ശൂലം തറച്ച് കിടക്കുക. ആളപ്പോഴും വേണ്ടിയില്ല. ഇത്ര വേദന വന്നപ്പോഴും മൗനവ്രത. അത്രയ്ക്ക് സഹനശക്തിയുണ്ട് പണ്ടത്തെ മഹർഷിമാർക്കൊക്കെ. അവിടെ കിടക്കും. ആൾക്കാരൊക്കെ, ഭടന്മാരൊക്കെ ഓരോരോ വഴിക്ക് പോയി. രാജാവ് രാജകൊട്ടാരത്തിലിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഈ മഹർഷി മരിച്ചില്ല. മഹർഷി മരിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, അതുവഴി പറന്നു പോയ പല പക്ഷികളും ശൂലത്തും ഒരാളിങ്ങനെ കിടക്കണം, മലർന്നിങ്ങനെ കിടക്കണ്ടല്ലോ. ഇതെന്തൊരു കഥ! ഇയാളെ കമത്തിക്കെടുത്തിട്ട് ശൂലം കുത്തിയിട്ട് ഇങ്ങനെ പൊട്ടി നിർത്തിയേക്കാണ്. പാവം, ഒരു വെള്ളം കുടിക്കാനും കിട്ടണില്ല, ഒരു ഭക്ഷണവും കിട്ടണില്ല. അതേസമയം അദ്ദേഹത്തിന് ജീവൻ പോയിട്ടില്ല. പാവത്തിന് വിശപ്പുണ്ടാവില്ലേ, ദാഹം ഉണ്ടാവില്ലേ എന്നൊക്കെ ജീവികൾ, കാട്ടിക്കൂടെ സഹജീവികളായിട്ടുള്ള പക്ഷികൾക്ക് തോന്നും. അവരെന്ത് ചെയ്തു, ഓരോരോ ദിക്കിൽ പറന്നു പോയി വന്നിട്ട് പല പഴങ്ങളും ഇദ്ദേഹത്തിൻ്റെ വായിൽ കൊണ്ടുപോയി, വെള്ളപ്പൊക്കിൽ കൊണ്ടുവന്നിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഈ ചില പക്ഷികൾ, അതിലെ പറന്നുപോയ പക്ഷികൾ മാണ്ഡവ്യ മഹർഷിയുടെ വായിലേക്ക് കൊടുത്തു. മാണ്ഡവ്യ മഹർഷി മരിച്ചിട്ടുമില്ല, അങ്ങനെ കിടക്കുക. ഒരു ദിവസം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പക്ഷികൾ ഇങ്ങനെ എന്നും കായ്കനികൾ കൊത്തിക്കൊണ്ടു പോകണുണ്ട് ചില ആൾക്കാർ. അപ്പോൾ ആ ഗ്രാമീണ വിറക് ശേഖരിക്കാൻ വന്ന പലരും കണ്ടു ഈ പക്ഷികളെ എവിടേക്കാണ് പോകണേ. നോക്കുമ്പോൾ എന്താ, ശൂലത്തുനിന്ന് ഒരാളെ കുത്തി നിർത്തിയിട്ടുണ്ട്. അയാളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അയാളുടെ വായിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു. പാവം കിളികൾ ആ വിവരം കാതോട് കാത് കേട്ട് രാജകൊട്ടാരത്തിലും കേട്ടു. മാണ്ഡവ്യ മഹർഷി മരിച്ചിട്ടില്ല. ശൂലയിട്ടിട്ടും ശൂലത്തിൽ കുത്തി കയറ്റിയിട്ടും ഇങ്ങനെ നിർത്തിയിട്ടും ജീവനുണ്ട്. പക്ഷികളാണ് അദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാവിനപ്പോൾ ഒരു കുറ്റബോധം തോന്നി. പാവം, കാര്യം മുതൽ കള്ളന്മാർക്ക് കൂട്ടുനിന്നു. കക്കാനിവിടേക്ക് രാജധാനി കൊള്ളയടിക്കാൻ ആൾക്കാരെ വിട്ടു, ഖജനാവ് ഒളിപ്പിച്ചു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യജീവിയല്ലേ എന്ന് കരുതി അദ്ദേഹത്തിന് ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അവിടേക്ക് വന്നു. അവിടെ വന്നു നോക്കിയപ്പോൾ എന്താ, ശൂലം താഴത്തേക്ക് ഇറക്കി പരിചാരകരുടെ ഇറക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ രക്ഷിക്കാൻ പറഞ്ഞു. രക്ഷിക്കാനായിട്ട് എങ്ങനെ, അദ്ദേഹത്തിൻ്റെ ശൂലത്തുമെന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാനായിട്ട് പരിചാരകർ ശ്രമിച്ചു, പറ്റണില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ശരീരം തുളച്ചു പോയിരിക്കുകയല്ലേ, ശരീരത്തിൻ്റെ പുറത്ത് വെച്ച് ചേരെ ശൂലങ്ങളായിരിക്കും, മേൽഭാഗത്തുള്ളത് അതും അരിഞ്ഞു കളഞ്ഞു. അപ്പം അങ്ങനെ അരിഞ്ഞ് മാറ്റി കഴിഞ്ഞപ്പോൾ, വലിയ വാൾ വെച്ചിട്ട് അറുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഈ മഹർഷിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ ഇരുമ്പ് കഷ്ണം, 3 ഇരുമ്പ് കഷ്ണം ഇരിപ്പുണ്ട്. ഏതാ, ഈ ശൂലത്തിൻ്റെ തൃശൂലത്തിന് 3 മുനപ്പില്ലേ, ആ മുനപ്പൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ആ ഇരുമ്പ് കഷ്ണത്തിന് പറയുന്നത് അണി എന്നാണ്. അങ്ങനെ ഇരുമ്പ് കഷ്ണം ശരീരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെയും ഒരുപാട് കാലം തപസ് ചെയ്ത് ജീവിച്ചു. അന്ന് മുതൽക്കാണ് അദ്ദേഹത്തിന് അണിമാണ്ഡവ്യൻ എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ ഉണ്ടായത്, മാണ്ഡവ്യൻ അണിമാണ്ഡവ്യനായി മാറിയ കഥയാണ് ഈ കേട്ടത്. ഈ കഥ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അണിമാണ്ഡവ്യൻ എന്ന് പറഞ്ഞൊരു മഹർഷിയെപ്പറ്റി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം വെറും മാണ്ഡവ്യനായിരുന്നു, പിന്നീടാണ് അണിമാണ്ഡവ്യനായത്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇതാണ് ഇന്നത്തെ കഥ, അണിമാണ്ഡവ്യനായ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും
കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. അപ്പോൾ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നന്ദി.